ഓം ശാന്തി. നമ്മുടെ ശരീരത്തിലെ ഊർജം അതിൻ്റെ ആജ്ഞാചക്രം മുതൽ ശരീരത്തിൻ്റെ പെരുവിരൽ വരെയുള്ളതായിട്ടുള്ള എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ വേണ്ടി എങ്ങനെയാണോ നമ്മൾ വലിയൊരു കറൻറ്റിനെ കടത്തിവിടുന്ന സമയത്ത് അതിനൊരു പവർ സ്റ്റേഷൻ, ആ പവർ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് കൊച്ചു കൊച്ചു സബ്സ്റ്റേഷനുകൾ, പിന്നെ ഒരു ട്രാൻസ്ഫോർമർ, പിന്നെ നിങ്ങളുടെ വീട്ടിൽ വരുന്നതായിട്ടുള്ള ഒരു മെയിൻ സ്വിച്ച്, അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന സ്വിച്ച് ബോർഡ്, പിന്നെ നിങ്ങളുടെ ഇൻസ്ട്രുമെൻ്റ് എന്താണെങ്കിൽ ആ രീതിയിൽ അല്ലേ കറണ്ട് നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ ഈ ശരീരത്തിലേക്ക് വേണ്ടതായിരിക്കുന്ന ഊർജ്ജത്തെ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഇതിലും അത്തരത്തിലുള്ള ഒരുപാടായിട്ടുള്ള സെറ്റിംഗ് ഈ ശരീരത്തിനും ചെയ്തിട്ടുണ്ട്. പവർ ഹൗസ് അഥവാ സുപ്രീം പവർ പരമാത്മ, ആ പരമാത്മാവിനോളം തുല്യമാകുന്ന അവസ്ഥയിൽ ആത്മ അത്ര തന്നെ പവർഫുള്ളാണ്. അല്ലെങ്കിലും ആത്മാവിൻ്റെ ഉള്ളിൽ 7 ഗുണങ്ങൾ ഒരുപോലെ അടങ്ങിയിട്ടുണ്ട്. ജ്ഞാനം, സ്നേഹം, ശാന്തി, ശക്തി, പവിത്രത, കരുണ, ആനന്ദം. ഈ ഗുണങ്ങൾ ആത്മാവിനുള്ളിൽ 7 ഗുണങ്ങൾ 7 വർണ്ണങ്ങളെപ്പോലെ അതതിൻ്റെ അവിനാശിയായിരിക്കുന്ന ഗുണങ്ങളാണ്. ആ കർമ്മങ്ങൾക്കനുസരിച്ച്, ജീവിതത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച്, ജന്മജന്മാന്തരങ്ങളുടെ ഫലമായിട്ട് അതിലെ ശതമാനത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ 7 ഗുണങ്ങൾ കൊണ്ട് നിർമ്മിച്ച ആത്മാവിൻ്റെ ഉള്ളിൽ ഈ 7 ഗുണങ്ങളും അതിൻ്റെ മൂലസ്വരൂപത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആത്മ ഈ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ സൂര്യപ്രകാശത്തെ ഒരു പ്രിസത്തിലൂടെ കടത്തിവിടുന്ന സമയത്ത് അത് 7 വർണ്ണങ്ങളായിട്ട് മാറുന്നത്, അതുപോലെ ആത്മ ഊർജം ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഭ്രൂമധ്യത്തിൽ ആജ്ഞാചക്രത്തിൽ ആത്മാവ് എത്തിച്ചേരുന്ന അതേ നിമിഷം തന്നെ 7 ഗുണങ്ങളും 7 വർണ്ണങ്ങളായിക്കൊണ്ട് ശരീരത്തിലെ എല്ലാ സിസ്റ്റങ്ങളെയും ബാലൻസ് ചെയ്യുന്നതായിരിക്കുന്ന പവർ സ്റ്റേഷൻസിനെ പോലെ, സബ്സ്റ്റേഷൻസിനെ പോലെ നമ്മുടെ ശരീരത്തിൽ വിന്യസിക്കപ്പെടുന്ന സ്ഥാനങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളെയാണ് നമ്മൾ ചക്രങ്ങൾ അഥവാ ഊർജ കേന്ദ്രങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്. വാസ്തവത്തിൽ ഈ സ്ഥാനത്തിലൂടെയാണ് ആ ഏരിയയിൽ ഏത് സിസ്റ്റമാണോ ഏത് സ്ഥലത്താണോ പ്രവർത്തിക്കുന്നത്, ആ സിസ്റ്റങ്ങളെ പ്രവർത്തിക്കാൻ വേണ്ടി ഏത് വാല്യൂവിൻ്റെ സപ്പോർട്ടാണോ നമുക്ക് വേണ്ടത്, ആ രീതിയിലാണ് ഊർജങ്ങളുടെ വിന്യാസം ശരീരത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ഈ ശരീരത്തിലെ ആ സ്ഥാനങ്ങളെയാണ് ചക്രങ്ങൾ അഥവാ ഊർജ കേന്ദ്രങ്ങൾ എന്നൊക്കെ പറയുന്നത്. ആത്മ ഊർജം ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ആ ഊർജത്തിലെ ഓരോ മൂല്യങ്ങളുടെ ഊർജവും എനർജിയും അതിൻ്റെ ഡെപ്പോസിറ്റ് എത്രയുണ്ടോ അതെല്ലാം ആ സ്ഥാനങ്ങളിലേക്ക് അത് വിന്യസിക്കപ്പെടുകയും അതിൻ്റേതായിട്ടുള്ള അവിടെ നിന്ന് ആ ഈ സിസ്റ്റങ്ങളിലേക്ക് ആ ഊർജത്തെ പ്രവഹിപ്പിക്കുകയും ആ ഊർജത്തിൻ്റെ ക്വാണ്ടിറ്റി ആൻഡ് പവർ അനുസരിച്ചുകൊണ്ട് ആ സിസ്റ്റം നമ്മളുടെ അടുത്ത് കോപ്പറേറ്റ് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യും. നോർമലി നിങ്ങൾ നോക്കിയോളൂ, 99% ആളുകളെ സംബന്ധിച്ചിടത്തോളം ജന്മനാൽ എല്ലാ സിസ്റ്റങ്ങളും നന്നായി പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ കർമ്മങ്ങളുടെ ആധാരത്തിൽ കഴിക്കുന്ന ആഹാരം, ചിന്തിക്കുന്ന വിചാരം, വായിക്കുന്ന പഠിക്കുന്ന ആ ഇൻഫോർമേഷൻസ് അഥവാ വിവരങ്ങൾ, നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന കർമ്മങ്ങൾ, വായു, വെള്ളം, ഇതിൻ്റെയൊക്കെ ആധാരത്തിലൂടെയാണ് ഓരോ സിസ്റ്റങ്ങൾ നന്നായി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാത്തതൊക്കെ ആയിട്ട് മാറുന്നത്. 90% നോക്കിയാലും അതെല്ലാം ഒരുപോലെ പ്രവർത്തന സജ്ജമാക്കിക്കൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് ഭഗവാൻ നമുക്ക് തരുന്നത്. അതായത് ഒരു ആത്മ ഒരു പുതിയ ജന്മത്തിലേക്ക് വരുന്ന സമയത്ത് ആ ആത്മാവിൻ്റെ അക്കൗണ്ടിൽ എല്ലാ ഗുണങ്ങളും ആക്റ്റീവായി തന്നെ കൂടെയുണ്ട് എന്നർത്ഥം. ഇന്ന് വളരെ കുറച്ച് കുട്ടികളൊക്കെ തന്നെ ജന്മനാൽ തന്നെ ഹൃദയവൈകല്യം, ജന്മനാൽ തന്നെ ശ്വാസകോശ വൈകല്യം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാലം കടന്നു പോയപ്പോൾ മനുഷ്യന്മാർക്ക് തൻ്റെ കർമ്മത്തിൽ മൂല്യങ്ങൾക്ക് യാതൊരു വിലയില്ലാതായി മാറി. അതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് പലപ്പോഴും അവരുടെ പല സിസ്റ്റങ്ങളും തകരാറായിക്കൊണ്ട് ജനിക്കുന്നത്. ഇത് കുറവായിരുന്നു പഴയ കാലത്ത്. കാരണം ആത്മാക്കളുള്ളിലെ മൂല്യങ്ങൾക്ക് എത്ര പ്രാധാന്യമുണ്ടോ അത്രയും അവരുടെ ജീവിതത്തിൽ ആരോഗ്യവും അവർക്ക് ഒരു വരദാനമായി കൊണ്ട് ജീവിതത്തിൽ വരുമായിരുന്നു, സമ്പത്തായിക്കൊണ്ട് കൂടെ നടക്കുമായിരുന്നു. ഇന്നത്തെ ആഹാരം, വ്യവഹാരം, ജീവിതം, കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, ടെക്നോളജി നമ്മൾ എത്രത്തോളം സഹായിക്കുന്നുണ്ടോ അത്രത്തോളം പലപ്പോഴും മനുഷ്യൻ്റെ ചിന്തകളെ മലിനമാക്കുന്നതിന് സഹായിക്കുന്നുമുണ്ട്. 2 രീതിയിലും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ പ്രഭാവം കൊണ്ട് അധികം വൈകാതെ ചെറുപ്പക്കാർ പോലും വലിയ വലിയ രോഗങ്ങൾക്ക് അടിമകളാവുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഈ ജീവിതത്തിൽ കർമ്മത്തിൽ ശുദ്ധി കൊണ്ടുവന്നുകൊണ്ട് ഞാൻ അണ്ടർലൈൻ ചെയ്യുകയാണ്. എന്തിൻ്റെ ആധാരത്തിലാണ് എൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ
ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ശാന്തിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് മറ്റൊരാൾക്ക് അവർ ശാന്തമായിരിക്കുന്നവർ പറയുന്നുണ്ട് എന്ന് പറയാം. പക്ഷേ നമ്മളൊരു സ്ഥലത്തെത്തി നമ്മുടെ കർമ്മം ചെയ്യുന്ന സമയത്ത് ആ സ്ഥലത്തുള്ള ആളുകൾക്ക് നമ്മുടെ കർമ്മത്തിലൂടെ, നമ്മുടെ പ്രസൻസിലൂടെ, നമ്മുടെ വൈബ്രേഷനിലൂടെ, നമ്മുടെ വാക്കിലൂടെ മറ്റുള്ളവർക്ക് ശാന്തി നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നുവെങ്കിൽ പറയാം നിങ്ങൾ ശാന്താണ് എന്ന്. പറയുമ്പോൾ ഞാൻ ഭയങ്കര ശാന്തിയാണെന്ന് പറയും. നിങ്ങളുടെ സാമീപ്യം കൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാവർക്കും അസ്വസ്ഥമാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ശാന്തസ്വരൂപമല്ല. ആ സമയത്ത് നിങ്ങളുടെ ശാന്തി ആക്റ്റീവ് അല്ല, അഥവാ ശാന്തിയുടെ ശതമാനം വളരെ കുറവാണെന്നർത്ഥം. ഇങ്ങനെ ഈ രീതിയിൽ സിസ്റ്റങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഓൾമോസ്റ്റ് ഓൾ ആളുകളുടെ ജീവിതത്തിലും അവരുടെ ഏത് വാല്യൂ ആണോ കുറഞ്ഞിരിക്കുന്നത് ആ സിസ്റ്റത്തിനാണ് തകരാറ് സംഭവിക്കുന്നത് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഈ വിദ്യ, ആത്മാവിൻ്റെ 7 ഗുണങ്ങൾ കൊണ്ട് 7 ചക്രങ്ങൾ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാൻ പഠിച്ചാൽ സ്വാഭാവികമായിക്കൊണ്ട് നമ്മുടെ സിസ്റ്റങ്ങളെ എനർജറ്റിക് ആക്കി നിർത്താനും രോഗങ്ങളുടെ അളവ് ഒരു പരിധി വരെ നിയന്ത്രിക്കാനും പറ്റും. ഇല്ലാതെ ഞാൻ പറയില്ല, ഇല്ലാതെയാക്കാം എന്നെനിക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ ജീവിതം ഈ നിമിഷത്തെ ഈ ഒരു സെറ്റ് പ്രസൻറ്റിൻ്റെ മാത്രം ഒരു പ്രതിഫലനമല്ല, അല്ലെങ്കിൽ ഒരു റിസൾട്ടല്ല. അത് നമ്മുടെ മുന്നിലെ മുജ്ജന്മങ്ങളിലെ കർമ്മത്തിൻ്റെ കൂടി കണക്കായതുകൊണ്ട് ഇല്ലാതാക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ പ്രഭാവം നിങ്ങളുടെ ജീവിതത്തിൽ കുറയ്ക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. ആത്മാവിൻ്റെ ശക്തി എന്നുള്ള ഗുണം അതാണ് നമ്മുടെ മൂലധാര ചക്രത്തിന് ആധാരമാവുന്നത്. പവിത്രതയിലൂടെയാണ് സ്വാധിഷ്ഠാന ചക്രം ആക്റ്റീവ് ആകുന്നത്. അതുപോലെ തന്നെ ആത്മാവിൻ്റെ സുഖം അഥവാ കരുണയുടെ ആധാരത്തിലാണ് നാഭീചക്രം ആക്റ്റീവ് ആവുന്നത്. ആത്മാവിലെ സ്നേഹത്തിൻ്റെ ആധാരത്തിലൂടെയാണ് ഹൃദയചക്രം ആക്റ്റീവ് ആകുന്നത്. ഹൃദയചക്രം അഥവാ അനാഹത ചക്രം എന്ന് പറയാം. അതുപോലെ തന്നെ ശാന്തിയുടെ ആധാരത്തിലാണ് വിശുദ്ധ ചക്രം ആക്റ്റീവ് ആകുന്നത്. നമ്മുടെ ജ്ഞാനത്തിൻ്റെ ആധാരത്തിലാണ് ആജ്ഞാചക്രം ആക്റ്റീവ് ആവുന്നത്. ആനന്ദത്തിൻ്റെ ആധാരത്തിലാണ് സഹസ്രാരപത്മം ആക്റ്റീവ് ആകുന്നത്. അതുകൊണ്ട് ദിവസവും നമ്മുടെ മെഡിറ്റേഷനിൽ പരമാത്മാവിൽ നിന്നുള്ളതായിരിക്കുന്ന 7 ഗുണങ്ങൾ നമ്മളിലേക്ക് ആവാഹിച്ചുകൊണ്ട് ആ ഗുണങ്ങളുടെ സ്വരൂപമായി മാറിക്കൊണ്ട് ഓരോ ചക്രത്തിനെയും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ, ഓരോ തോട്ടും ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആത്മാ ശക്തി സ്വരൂപമാണെന്ന് ഓർമ്മിക്കുമ്പോൾ നമ്മുടെ ശക്തിയുടെ ചുവന്ന വർണ്ണത്തിൽ മൂലധാര ചക്രം ആക്റ്റീവ് ആവുന്നതായിട്ടും, പവിത്ര സ്വരൂപമാണെന്ന് പറയുമ്പോൾ ആ സ്വാധിഷ്ഠാന ചക്രം ഓറഞ്ച് കളറിൽ ആക്റ്റീവ് ആകുന്നതായിട്ടും, അതുപോലെ തന്നെ സുഖസ്വരൂപം എന്ന് പറയുമ്പോൾ ഗോൾഡൻ കളറിൽ നാഭീചക്രം ആക്റ്റീവ് ആവുന്നതായിട്ടും, സ്നേഹസാഗരൻ്റെ കുട്ടിയായിക്കൊണ്ട് ഞാൻ സ്നേഹസ്വരൂപം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയചക്രം ആക്റ്റീവ് ആവുന്നതായിട്ടും, ശാന്തിസാഗരൻ്റെ കിരണങ്ങൾ കൊണ്ട് നമ്മുടെ വിശുദ്ധ ചക്രം ആക്റ്റീവ് ആവുന്നതായിട്ടും, ജ്ഞാനസൂര്യൻ്റെ കിരണങ്ങളാൽ ആജ്ഞാചക്രം ആക്റ്റീവ് ആവുന്നതായിട്ടും, ആനന്ദസാഗരത്തിൽ നമ്മുടെ സഹസ്രാരപത്മത്തിൽ ആ വയലറ്റ് വർണ്ണത്തിലുള്ള കിരീടം പോലെ സഹസ്രാരപത്മം അത് തിളങ്ങി നിൽക്കുന്നതായിട്ടും നിങ്ങൾക്ക് ഡെയിലി മെഡിറ്റേഷനിൽ ഫീൽ ചെയ്യാൻ പറ്റിയ നമ്മുടെ ഫുൾ ചക്രങ്ങൾ ആക്റ്റീവ് ആകും. ചക്രങ്ങൾ ആക്റ്റീവ് ആകുന്നതോട് കൂടിയിട്ട് ചക്രങ്ങളുടെ എനർജി ബ്ലോക്ക് ആവുമ്പോൾ അഥവാ മൂല്യത്തിൻ്റെ കുറവ് ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ നമ്മൾ അറിയാതെ വന്നു ചേരുന്നുണ്ട്. പതുക്കെ അത് ഞാൻ വിശദമായി പറയാൻ തുടങ്ങിയ ഒരുപാട് സമയം ക്ലാസ് എടുക്കേണ്ട ഒരു കാര്യമാണ്. അതെനിക്ക് വിശദമായി പറഞ്ഞാൽ ഇവിടെ സാധ്യമല്ല നിങ്ങൾക്ക്. എന്നിരുന്നാൽ പോലും ഓരോ ചക്രവും ജീവിതത്തിലെ ധനത്തിന്, ആരോഗ്യത്തിന്, സന്തോഷത്തിന്, ക്രിയേറ്റിവിറ്റീന്, ശക്തിന്, ഭയമില്ലായ്മയെ, ഇതിൻ്റെയൊക്കെ തന്നെ ഒരുപാട് ഘടകങ്ങൾക്ക് ആധാരമാണ്. എന്തെന്ന് പോലും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇതെല്ലാം നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഊർജ്ജ മണ്ഡലം പവർഫുള്ളാവുകയും നമുക്ക് എപ്പോഴും ഫ്രഷ് ആയിരിക്കാനും ആക്റ്റീവ് ആയിരിക്കാനും ഒരു പരിധി വരെയൊക്കെ രോഗങ്ങൾ നമ്മൾ ആക്രമിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനും നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞതാണ്. എനർജി എടുക്കാനുള്ളതായിരിക്കുന്ന ബേസ് എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ പഠിപ്പിക്കാൻ വേണ്ടി പരമാത്മാവിനാൽ തുറക്കപ്പെട്ട വിദ്യാലയമാണ് പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയം. നിങ്ങൾ വിശ്വവിദ്യാലയത്തിൽ പോയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് മെഡിറ്റേഷൻ പഠിക്കാം. പഠിച്ച് ആ മെഡിറ്റേഷനിലൂടെ നിങ്ങൾ ഈ എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് ആവാഹിച്ച് ചക്രങ്ങളെ ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു പരിധി വരെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ നിങ്ങൾ സ്വയമേവ ശക്തിശാലികളാകും. നിങ്ങൾക്കതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.